ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒരു എയർപോർട്ടിലാണ്. ചെറുതായിട്ടൊന്ന് നാട്ടിൽ പോവുകയാണ്. അബുദാബി ടു കാലിക്കറ്റ്. അബുദാബി ടു കാലിക്കറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളത് ഹൈദരാബാദ് എയർപോർട്ടിലാണ്. ഇന്നലെ രാത്രി അബുദാബി സമയം 11:30 വിട്ടതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നല്ല ക്ഷീണമുണ്ട്. കാരണം ഇന്നലെ രാത്രിത്തെ ഉറക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇനിയും ഇന്നത്തെ രാത്രിയത്തെ ഉറക്കം കൂടി ഒഴിവാകും. കാരണം ഇവിടെ 14 മണിക്കൂറാണ് ലേ ഔട്ട്. 14 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇത് രാത്രി 6 മണിക്കാണ്. ഇപ്പം രാവിലെ 8 മണിയാണ് സമയം. രാത്രി 6 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. 6:30. അത് കഴിഞ്ഞു 9 മണിക്കാണ് കാലിക്കറ്റ് എയർപോർട്ടിലെത്തുക. ഇതാണ് ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ ടാക്സികളൊക്കെ നിൽക്കുന്നൊരു വെയിറ്റിംഗ് ഏരിയയാണിത്. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള വെയിറ്റിംഗ് ഏരിയ ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല വിശപ്പ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി എയർപോർട്ടിൻ്റെ താഴത്തോട്ട് വന്നതാണ്. ഏകദേശം എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു മസാല ദോശയ്ക്ക് റേറ്റ് 105 രൂപയാണ്. നമ്മുടെ സാധനമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. സാധനമൊക്കെ തള്ളിപ്പിടിച്ച് താഴത്ത് വന്ന് മസാല ദോശയ്ക്ക് 105 രൂപയും ഒരു 10 രൂപയുടെ വെള്ളത്തിന് 70 രൂപയാണ് എയർപോർട്ടിൻ്റെ പുറത്തുകൂടിയുള്ള റേറ്റ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അതിലേക്കാണ് കൂടുതലായിരിക്കും. അപ്പോൾ 14 മണിക്കൂറാണ് ഹൈദരാബാദ് എയർപോർട്ടിൽ കഴിച്ചു കൂട്ടേണ്ടത്. വൈകുന്നേരം 6:30 മണിക്കാണ് ഫ്ലൈറ്റ്. അതുവരെ എയർപോർട്ടിൽ സമയം കളയണം. നമ്മൾ സമയം 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിലോട്ടൊക്കെ കടന്നു. ചെക്കിങ് കാര്യങ്ങളും ലഗേജൊക്കെ പോയി. അപ്പോൾ സ്വസ്ഥമായി ഇപ്പോൾ ഒരു സീറ്റിലിരിക്കുകയാണ്. കാരണം 6:30 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം വൈകുന്നേരം 6:30 മണിയായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബസ്സിൽ നമ്മൾ ചെറിയ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് അല്ല, വേറൊരു ചെറിയ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇൻഡിഗോയുടെ ബസ്സിൽ തന്നെയാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലൈറ്റ് നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് പുറപ്പെടാനുള്ള സമയമായി. ഏകദേശം നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണിത്. അപ്പോൾ ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഫ്ലൈറ്റാണ്, വലിയ ഫ്ലൈറ്റല്ല, ചെറിയ ഫ്ലൈറ്റാണ്. മുമ്പിൽ ഫാനൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം. അങ്ങനെ അവസാനം നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണി രാത്രി. 24 മണിക്കൂറായി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ടുള്ള വഴി നോക്കാം. ലഗേജ് വന്നിട്ടുണ്ട്, ലഗേജ് എടുക്കണം. ഓക്കെ, ലഗേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്തിയിട്ടില്ല, സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നമ്മളെ ചങ്ക് നിസാർ നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. അതൊരു കാണാം. നിസാർ ഇതുവരെ എത്തിക്കില്ല കേട്ടോ. ഞാനായി നിസാറിനെ വെയിറ്റ് ചെയ്യേണ്ടി. അവിടെ ചങ്ക് നിസാർ വന്നിട്ടുണ്ട്. ഇതാണ് പിടിക്ക് അയക്കില്ല. എന്ത് അടച്ചോനെ. ഇതാ വണ്ടി നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് പോകാനുള്ള. മഹേന്ദ്ര എന്താ ഇത്? KUV-യാ? നമ്മളെ ഷമീർ, അബുദാബിയിലുള്ള ഷമീറിൻ്റെ വണ്ടിയാണ്. നമ്മളെ റൂംമേറ്റ്സ് ഷമീറിൻ്റെ വണ്ടിയാണ്. ആണ്ടാ വെട്ടിയാലും കയറുന്നാണ്ടാ നിസാറോ അധ്വാനിക്കുന്നുണ്ട്. അയ്യോ മെനക്കടന്നെ. നാട്ടിൽ വന്നാലും വിടില്ല തന്നെ. ഉണ്ടാക്കടാ, വേഗം ഉണ്ടാക്കടാ. ഹായ് ചങ്ങായിമാരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണ്. ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി മലപ്പുറം ജില്ലയിലാണ് നിസാറിൻ്റെ വീട്. അവിടെ നിസാറിനെ എത്തിക്കണം. അതിനുശേഷം വണ്ടിയായിട്ട് കണ്ണൂരിലേക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. നല്ല മഴയായിരുന്നു. ഏകദേശം 12 മണിയാവാൻ ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ രാത്രി മഴ കാരണം ഇനി യാത്ര വേണ്ട, നാളെ രാവിലെ പോകാമെന്ന് കരുതി അവിടെ ഒരു ലോഡ്ജൊക്കെ എടുത്ത് ഞാനും നിസാറും അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ പുറപ്പെട്ടിട്ട് 1.5 ദിവസം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ വടകര ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്.
ഇനി ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇനിയും ഏകദേശം 40 മിനിറ്റോളം ഇനിയും യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു 1.5 ദിവസം ആകും. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് 1.5 ദിവസം ആകും വീട്ടിലെത്താൻ. ഇപ്പോൾ ഏകദേശം രാവിലെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് വീട്ടിലെത്തണം. അതിന് വേണ്ടത് നമുക്ക് യാത്ര ഒന്ന് സ്പീഡാക്കാം. അപ്പോൾ യാത്ര സ്പീഡാക്കാണ്. ഒടുവിൽ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. 1.5 ദിവസമായി അബുദാബിനെ വിട്ടിട്ട് ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. അങ്ങനെ സർപ്രൈസ് ഇതെവിടെ റെഡി അടിക്കുന്നത് വിടുത്തേ. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരും കാത്തിരുന്ന സർപ്രൈസ് വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മളെ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇവർക്കും ബൈ ബൈ.